നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ആധാരം എഴുതി കൊടുത്തു മാത്രമേ ഉള്ളൂ. ആ വിവരം ഞങ്ങളോടൊന്ന് പറയായിരുന്നില്ലേ? അതെങ്ങനെ സാധിക്കും? ആരെ അറിയിക്കരുതെന്ന് അച്ഛൻ പറയുമ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നാലും വല്ലാത്തൊരു ചതിയായി പോയി. വേറെ ആരുടെയും പേരിലല്ലല്ലോ എഴുതി കൊടുത്തിരിക്കുന്നേ, ദേവികയുടെ പേരിലല്ലേ. ദേവിക ഈ വീട് നല്ലതുപോലെ നോക്കിക്കോളൂ. നോക്കോ അതോ വിൽക്കോ എന്നൊക്കെ വക്കീലിന് എങ്ങനെ പറയാൻ പറ്റും? വിൽക്കുമെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? അതുറപ്പല്ലേ. നാളെ ഒരു ട്രാൻസ്ഫർ വന്നാ ഈ വീട് ഇവിടെ കിടന്നിട്ട് എന്തിനാന്ന് ചിന്തിക്കില്ലേ? ഒരിക്കലും ചിന്തിക്കില്ല. നീയല്ല ഞാൻ. എന്റെ പേരിലായാലും ഈ വീട് എല്ലാവരുടെയും കൂടി ആണെന്നാ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നെ. പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് നല്ല മിടുക്ക. പതുങ്ങി നിന്ന് എല്ലാം കൈക്കലാക്കി, എന്നിട്ട് നിന്ന് ആശ്വസിപ്പിക്കുന്നത് കണ്ടില്ലേ? പോട്ടമ്മേ, അച്ഛൻ ഒരു തെറ്റ് പറ്റി. അത് തിരുത്താൻ ദിവ്യായിട്ട് തയ്യാറാണെങ്കിലോ? എങ്ങനെ? ഈ വീട് സ്ഥലവും അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കണം. അതിന്റെ ചെലവ് ഞാൻ വഹിക്കാം. അത് ശരിയാണോ? അച്ഛന്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത് ശരിയാ. അങ്ങനെ ചെയ്താ അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിലോ? സ്വന്തം ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുന്നത് അച്ഛൻ എങ്ങനെ ഇഷ്ടമല്ലായിരിക്കും? എങ്കിലൊരു കാര്യം ചെയ്യാം. അച്ഛൻ എഴുന്നേൽക്കുന്നവരെ കാത്തിരിക്കാം. അച്ഛന്റെ സമ്മതത്തോടെ നമുക്കത് ചെയ്യാം. അച്ഛൻ എഴുന്നേറ്റില്ലെങ്കിലോ? എഴുന്നേൽക്കുന്നത് വരെ കാക്കും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ? അല്ല, അതല്ലേ ചെയ്യേണ്ടതും. അപ്പോ തിരിച്ചെഴുതി തരാൻ തയ്യാറല്ല? തയ്യാറല്ല. ചതിയാ കാണിക്കുന്നത്. നിങ്ങളിപ്പോ കാണിക്കാൻ ഉദ്ദേശിച്ചതിന്റെ പേരാ ചതി. ഞാൻ ചെയ്തതിന്റെ പേരല്ല. നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടി. ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? അച്ഛന്റെ മനസ്സിൽ തോന്നിയ ഒരു തീരുമാനം നടപ്പാക്കി. അതിന്റെ പാപഭാരം എങ്ങനെയാ എന്റെ തലയിൽ വരുന്നേ? അച്ഛന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും അദ്ദേഹം ശരിയാ ചെയ്തതെന്ന്. ഇപ്പൊ ഈ വീടും സ്ഥലവും എന്റെ കയ്യിലുണ്ട്. ഇവൻ എഴുതി കൊടുത്തിരുന്നെങ്കിലേ ഒരു മാസത്തിനകം ഇവനെല്ലാം വിറ്റേനെ. ഞാനതൊന്നും ചെയ്യില്ല. നിന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാവുന്ന. കാത്തിരിക്കെ, അച്ഛൻ അധികം വൈകാതെ എഴുന്നേൽക്കും. അപ്പ എന്താ വേണ്ടെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അച്ഛൻ പറയുന്ന ആർക്കും എഴുതി തരാൻ എനിക്കൊരു വിരോധവും ഇല്ല. ഞാനത് ചെയ്തിരിക്കും. സിദ്ധുവാ, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഒന്ന് നിന്നെ. നീ അച്ഛനെ കാണണ്ട. അത് പറയാൻ നീ ആരാടാ? കാമുകം കളിക്കുന്നതും ക്ഷേമം അന്വേഷിക്കുന്നതൊക്കെ ഈ വീടിന് പുറത്ത് മതി. ഇവിടെ വെച്ച് ഒരു തോന്നിവാസവും ഞാൻ അനുവദിക്കില്ല. തോന്നിവാസോ? ആരാ തോന്നിവാസം കാണിച്ചത്? ഇതേ ഇപ്പൊ എന്റെ വീടാ. ഇവിടെ ആര് വരണം വരണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നേ. ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോ നിങ്ങളെ അഴിഞ്ഞാടാൻ സമ്മതിക്കില്ല. ശരത്തെ, കുറച്ചുകൂടി മാന്യമായിട്ട് നീ സംസാരിക്കണം. ആരഴിഞ്ഞാടിന്ന നീ പറയുന്നത്? എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടാ? മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ. അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ ചെയ്യടാ. ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്താണ് ശരത്തെ ഇത്? വീട് സ്വന്തം പേരിലായപ്പോഴേ ഇവർ അഹങ്കാരം കാണിക്കുക. എവരെ സഹിക്കാം, എവനെ എന്തിനാ സഹിക്കുന്നേ? ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ തർക്കുത്തരം പറയുക. സിദ്ധു ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. സിദ്ധു ഇവിടെ വന്നത് അച്ഛനെ കാണാനാ. അതിന് സിദ്ധു ഇനി ഇവിടെ വരും. തടയാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല.
പിടിച്ചിറക്കടാ ഇവനെ. ഇവൻ ഒറ്റ ഒരുത്തനാ മനോഹരൻ ഈ വീട് ഇവളുടെ പേരിൽ എഴുതി കൊടുക്കാൻ കാരണം. കേട്ടല്ലോ, സ്വയം ഇറങ്ങുന്നോ അതോ ഞാൻ ബലമായിട്ട് പിടിച്ചിറക്കണോ? സിദ്ധു എന്റെ ഗസ്റ്റാ. ഞാൻ പറയുമ്പോഴേ സിദ്ധു ഇവിടുന്ന് പോവുള്ളൂ. ഓ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഇറങ്ങടാ, എടാ, ഇറങ്ങാൻ. ദേഹത്ത് കഴിച്ചുണ്ടല്ലോ. അവിടെ. നീ എന്നെ അടിച്ചല്ലേ? അയ്യോ പാർവതി, മോനെ പോട്ടെ മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സിദ്ധു ആശുപത്രി പോണോ? ഏയ് വേണ്ട, അവൻ കഴുത്തിക്കറി പിടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അതിന്റെ ഒരു സഫിക്കേഷനാ, അത് മാറിക്കോളും. വീട് പോയതിന്റെ ദേഷ്യം തീർത്തതാ. സിദ്ധുവിന്റെ ദേഹത്തെ കൈവയ്ക്കാൻ അവൻ ആരാ? നിത്തി, നീ ഇപ്പൊ കുറച്ച് വെള്ളം കൊണ്ടോ. മോളെ, വെള്ളമൊന്നും വേണ്ട, ഞാൻ ഓക്കെയാ. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ പൊയ്ക്കോളാം. തനിച്ച് വിടുന്ന പ്രശ്നമില്ല സിദ്ധു, ഞാനും കൂടി വരും. പോയിട്ട് വരാം. സൂക്ഷിക്കണേ എടുത്തി. ഞാൻ എന്തിനാ മോളെ സൂക്ഷിക്കുന്നേ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ വീട് എന്റെ പേരിൽ എഴുതി തരണമെന്ന് എപ്പോഴെങ്കിലും ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാ അച്ഛൻ ആധാരം എഴുതിയത്. അതിന് ഞാനെങ്ങനെ തെറ്റുകാരിയാവുന്നേ? കൂടുതൽ കളിച്ചാലേ കളി ഞാൻ പഠിപ്പിക്കുന്ന പറഞ്ഞേക്കവനോട്. വേണ്ട, അത് പോട്ടെ, വിട്ടുകളാ. എന്നാലും എന്റെ മുന്നിൽ വെച്ച് അവൻ സിദ്ധുവിനോട് മോശമായിട്ട് പെരുമാറിയില്ലേ? സോറി സിദ്ധു, എന്നോട് വിരോധം തോന്നരുത്. അതിന് താനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ വിരോധം തോന്നുന്നത്? അവരുടെ ദേഷ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇത് ഇവിടെ വെച്ച് തന്നെ മറക്കും, താനും ഓർക്കരുത്. എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല.